എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു സ്നാക്കാണ് ചെയ്യുന്നത്. നല്ല സ്വീറ്റ് അതേപോലെ ഈസി ആയിട്ടുള്ള സ്നാക്ക്. ഇഷ്ടമായ ട്രൈ ചെയ്യുക. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡ് പീസസിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അതേപോലെ ഇതൊന്ന് ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് റെക്റ്റാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ട്രയാങ്കിളിലൊന്ന് കട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഒരു 6 പീസിനെ ഞാനിപ്പോൾ ഒരു 12 പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓണാക്കി ഒരു ദോശ തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യൊന്ന് മെൽട്ടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് ഇതിനകത്തേക്ക് വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം വെക്കുക. ഞാനിപ്പോൾ ഒരു 1-2 മിനിറ്റൊക്കെ ഒന്ന് വെക്കുന്നുള്ളൂ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഒരു 6 പീസ് ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഒരു വശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന എല്ലാനും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ബ്രെഡ് പീസസും ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റി ഇതേപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പാനി തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കുക. അതേപോലെ നിങ്ങൾ എടുക്കുന്ന ബ്രെഡിൻ്റെ അളവിനനുസരിച്ചിട്ട് മാറ്റം വരും. ഇനി ഇതിലേക്കൊരു 4 ഏലക്ക ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കാം. നമ്മൾ എത്ര പഞ്ചസാരയാണോ എടുക്കുന്നത് അതിൻ്റെ സെയിം അളവിന് തന്നെ നമുക്ക് വെള്ളവും എടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് പാനിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ വറ്റിപ്പോവും. അപ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടില്ല. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വന്നാൽ മതി. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ അതവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു സൈഡ് ആദ്യം ഡിപ്പ് ചെയ്യുക, അതിന് ശേഷം അടുത്ത വശം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി ഇരിക്കുന്നതെല്ലാനും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാനും റെഡിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ബ്രെഡ് സ്നാക്ക്, സ്വീറ്റായിട്ടുള്ള സ്നാക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. വൈകുന്നേരം ചായക്കൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, നല്ല മധുരമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും താങ്ക് യു.